രണ്ടുപേരും പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബൈക്കിലെത്തി ട്രെയിനിൽ എത്തുന്ന ലഹരി മരുന്ന് MDMA കൈപ്പറ്റുന്നതിന് വേണ്ടി രണ്ടുപേർ എത്തുന്നുണ്ട് എന്നും അവർ ഉടൻ തന്നെ ഇത് ട്രെയിനിൽ എത്തിക്കുന്ന സാധനം വാങ്ങുമെന്നും എക്സൈസ് സംഘത്തിന് സ്പെഷ്യൽ സ്ക്വാഡിന് വിവരം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് ഇവർ ദിവസങ്ങളായി തന്നെ എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയാണ്. ഈ പ്രദേശത്ത് കൃത്യമായിട്ടുള്ള നിരീക്ഷണവും ഉണ്ടായിരുന്നു. അതിന്റെ വീണ്ടും MDMA പോക്കറ്റിൽ നിന്ന് എടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ലൈവായിട്ടുള്ള സെർച്ചിന്റെ വിഷ്വൽസ് ആണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ലൈവായിട്ട് പ്രേക്ഷകർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇനി എന്തിനാണ് വേറൊരു ഓഫീസറുടെ സാക്ഷ്യപ്പെടുത്തൽ? ലൈവായിട്ട് നമ്മൾ കാണുന്നു. ദാ നോക്കൂ, ഇങ്ങനെയാണ് കൊണ്ടുവന്നത്. എത്ര ക്വാണ്ടിറ്റിയാ! നമ്മൾ കണ്ട ക്വാണ്ടിറ്റി ഒന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടോ ഗോപാൽ. അയാളുടെ പോക്കറ്റുകൾ ഇനിയുമുണ്ട്. അയാളുടെ ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലൈവായിട്ട് ഈ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈവായിട്ട് എടുത്തുകൊണ്ടിരിക്കുക. എത്ര പോക്കറ്റുകളാണ്? അതെ തീർച്ചയായിട്ടും ഈ പോക്കറ്റുകൾ പരിശോധിക്കുമ്പോൾ ആ പോക്കറ്റുകളിൽ നിന്നെല്ലാം സാധനം, മുടിയിൽ നിന്ന് പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നെല്ലാം തന്നെ ഈ ലഹരി മരുന്ന് എടുക്കുകയാണ്. അത് തൂക്കുകയാണ്. അതായത് ഔദ്യോഗികമായി തൂക്കുന്ന ഒരു നടപടി തന്നെയാണ്, നടപടിക്രമം തന്നെയാണ്. നടപടിക്രമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ എക്സൈസ് സംഘം പോലീസിൻ്റെയും അതിനോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ഇത് തൂക്കി എത്രയുണ്ട് എന്ന് അളവ് കണക്കാക്കുന്ന ഒരു നടപടിയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ കൈവശം നിന്ന് പിടിച്ചെടുത്ത ലഹരി മരുന്ന് അതേറെ ഗുരുതര സ്വഭാവമുള്ള, മാർക്കറ്റിൽ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്ന, അതായത് വിദ്യാർത്ഥികളിലും അതുപോലെ തന്നെ സാധാരണക്കാരിലേക്കും എത്തിക്കഴിഞ്ഞാൽ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലഹരി മരുന്ന് MDMA. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 0.5 ഗ്രാമിന് മുകളിലേക്ക് പോയാൽ തന്നെ ഇതിന് റിമാൻഡ് എന്ന തരത്തിലേക്ക് അത്ര കർശന നടപടി സ്വീകരിക്കുന്ന ആ ഘട്ടത്തിലാണ് ഇതിവിടെ കവർ കണക്കിന് MDMA തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഈ പരിസരവാസികളോട് സംസാരിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞത് ഈ പ്രദേശം, അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിലും അല്ലാതെയും ഒക്കെ വലിയ തരത്തിലേക്കുള്ള ലഹരി വിപണനവും ലഹരി കൈമാറ്റവും നടക്കുന്നു. അത് വലിയ തരത്തിലേക്ക് പ്രദേശത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് പ്രദേശവാസികൾ തന്നെ നമ്മളോട് അല്പനേരം മുൻപ് പറഞ്ഞിരുന്നു. അവരുടെ പരാതികളൊക്കെ അന്വർത്ഥമാക്കുന്ന തരത്തിലേക്കുള്ള ഒരു കണ്ടെത്തൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഈ സെർച്ച് കാണാത്ത പ്രേക്ഷകർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഈ സെർച്ച് നടക്കുന്നത്. സെർച്ച് നടത്തി ഇവരുടെ പോക്കറ്റുകളിൽ നിന്ന് MDMA ഒക്കെ കണ്ടെത്തിയാൽ ഇതേപോലെ ഡിജിറ്റൽ ത്രാസിൽ വെച്ച് അത് തൂക്കി പരിശോധിക്കും. അതിനുശേഷമാണ് അത് രേഖപ്പെടുത്തുക. നോക്കൂ, ഒരു പോക്കറ്റിൽ നിന്ന്, വലതുവശത്തെ പോക്കറ്റിലെ അറയിൽ നിന്നാണ് ഇത്രയും ക്വാണ്ടിറ്റി പിടിച്ചെടുത്തത്. അങ്ങനെ ഓരോരോ ശരീരഭാഗങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. പിടിച്ചെടുത്ത ഈ MDMA പാക്കറ്റുകൾ നിലവിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ബൈക്കുകളിലെത്തിയ സംഘം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്ന ഈ MDMA വാങ്ങാൻ നിന്നവരാണ്. ഇവരെക്കുറിച്ചുള്ള വിവരം കിട്ടിയതിനെ തുടർന്നാണ് എക്സൈസ് സംഘം പേട്ട സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ സാധനം വാങ്ങിയ ഉടൻ തന്നെ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. 2 ചെറുപ്പക്കാരെ കാണാം. ഒരാൾ മുഖം മറച്ചു നിൽക്കുന്ന നന്ദു, മറ്റൊരാളെയും പ്രേക്ഷകർക്ക് കാണാം. ഇവർ രണ്ടുപേരെയും എനിക്കൊന്നു ലക്ഷക്കണക്കിന് രൂപയുടെ ഇതാണ്. കുടവൂർ സ്വദേശിയായ നന്ദഹരി, കാട്ടാക്കട സ്വദേശിയായ നന്ദു, ഈ രണ്ടുപേരെയും ആണിപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന MDMA ആണ്. 10 ലക്ഷത്തിലധികം രൂപ ഇപ്പോൾ തന്നെ വിലമതിക്കും. ഓരോ നിമിഷവും അയാളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, മുടിയുടെ ഇടകളിൽ നിന്ന്, ഉടുപ്പിൻ്റെ, അതായത് ആ ടീഷർട്ടിൻ്റെ ഭാഗത്ത് നിന്ന്, പാൻറ്റിൻ്റെ പോക്കറ്റുകളിൽ നിന്ന് ഒക്കെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇപ്പോഴും അവർ അവിടെ തുടരുകയാണ്. ഒരുപാട് പാക്കറ്റുകളിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ധാരാളം പാക്കറ്റുകളിലാക്കി പല സ്ഥലത്ത് വെച്ചാണ് ഇത് കൊണ്ടുവന്ന് കടത്താൻ ശ്രമിച്ചത് അല്ലേ? ഇവർ രണ്ടുപേരും ബൈക്കിൽ വന്നവരാണ് അല്ലേ ഗോപാൽ? അപ്പോൾ ഈ കൊണ്ടുവന്നയാളെ പിടികൂടിയില്ലേ? ഇല്ല, ആ ട്രെയിനിൽ അത് കൊണ്ടുവന്ന ആളെ പിടികൂടാൻ പറ്റിയില്ല. ഇവരത് വാങ്ങിയതിന് ശേഷം പുറത്തേക്ക് വരുന്ന വഴി വന്ന് റെയിൽവേ സ്റ്റേഷൻ പുറത്തിറങ്ങി പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ കയറി ഇവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് എക്സൈസ് സംഘം ഇവരെ വളയുകയായിരുന്നു. ഇപ്പോൾ ഇതിന്റെ ഔദ്യോഗികമായി കണക്ക് വന്നിരിക്കുന്നു. 2 കവറുകളിലായി